ഈ നമ്മുടെ അവിടുത്തെ ഈ 2.5 കൊല്ലത്തിന്റെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും മറ്റേ ആൾ സംസാരിച്ചിട്ടുണ്ടോ ഈ കൊണ്ടുപോയ അറബി? പിന്നെ ഇതിനെ പിടിക്കാനൊക്കെ പറയത്തില്ലേ? അപ്പൊ ഈ അറബി നമുക്ക് മനസ്സിലായി തുടങ്ങിയോ? ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മുടെ മലയാളം ഞാനൊന്നും അങ്ങോട്ട് പറയുന്നില്ലല്ലോ. ഇല്ല. നമ്മള് കരച്ചിലും ഒക്കെ തന്നെ. എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കുറച്ച് കഴിയുമ്പോ ഈ ജീവിതത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങുമല്ലോ. ഈ ആടും ഈ ഒട്ടകവും ഈ അവിടുത്തെ ഉറക്കവും അവിടുത്തെ രാത്രിയും ഈ മണലാരണ്യവും കാടും മണൽക്കാടും ഒക്കെ ആയിട്ട് കഴിയുമല്ലോ. പൊരുത്തപ്പെട്ട് തുടങ്ങി അവിടുത്തെ ജീവിതമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്നു. അപ്പൊ ഇത് എത്ര ദിവസം എടുത്തു അതിന് ആ ഒരു ഇതിലേക്ക് ഒരു മാറാൻ അതിനകത്ത് 2-3 മാസം കൊണ്ട് എടുത്തു കാണും. 3 മാസം എടുത്തു കാണും. അപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്താൻ ഒരു വഴിയില്ല. കത്തയക്കാനോ ഒരാളെയും കാണുന്നില്ലല്ലോ. 3 മാസം കഴിഞ്ഞപ്പോഴ് ഒരു പാകിസ്ഥാനി ഇതും കൊണ്ട് വന്നു, പോച്ചയായിട്ട് വന്നു. അപ്പോഴീ അറബി ഈ ഒട്ടകത്തിന് കൊടുക്കാനും ഒട്ടകത്തിന് എല്ലാം കൊടുക്കുന്ന പുല്ല്. അവര് ഞാനിവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഈ അറബിന്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇതും കൊണ്ട് ഇയാളെ കണ്ടപ്പോ അപ്പോഴയാളത് ഞാനിന്നലെ ഒരു കത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചു ഈ പാകിസ്ഥാനി എടുത്ത്. അപ്പൊ ഇവൻ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചില്ല ഈ അറബി. അങ്ങനെ ഞാൻ അയാൾ അവിടെ നിന്നുകൊണ്ട് കൈകൊണ്ട് കാണിച്ച് അവിടെ കൊണ്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ വഴി അവിടെ കൊണ്ടിട്ട് അയാൾ അന്നേരം അത് നല്ലൊരു മനുഷ്യനായിരുന്നു, അത് എടുത്തോണ്ട് പോയി. അങ്ങനെ ഒരു കത്താണ് 3 മാസം കഴിഞ്ഞ് അവിടെ കിട്ടുന്നത്. അതിനകത്ത് സ്റ്റാമ്പ് ഒട്ടിക്കണ്ടായിരുന്നു. അപ്പോ അയാൾ ഒട്ടിച്ചു വിട്ടു. അഡ്രസ് എഴുതിയിരുന്നു നമ്മുടെ നാട്ടിലെ അഡ്രസ് ഉണ്ട്, അതേ ഉള്ളു. നാട്ടിലെ അഡ്രസ്സൊക്കെ ആയിട്ടല്ലേ നമ്മള് വന്നത്. പേനായും അതാ വന്നത്. അങ്ങനെ അന്ന് ഗൾഫിൽ പോകുന്നവരെല്ലാം അതൊക്കെ ആയിട്ടാ വരുന്നത്. കത്ത് കിട്ടിയോ നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഒരു വിവരം ഇല്ല. കത്ത് കിട്ടിയിരുന്നോ? ആ കത്ത് കിട്ടിയിരുന്നോ? ആ കത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ കാണിച്ചില്ല. അത് ഇല്ല. അടുത്താ കിട്ടിയത്? അപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലാ വന്നത്, എന്നെ അങ്ങ് എന്റെ വീട്ടിൽ അറിയിച്ചില്ല. എനിക്കൊന്ന് താങ്കൾ ഗർഭിണിയാണ്ടായിരിക്കും അറിയിക്കാൻ. അപ്പൊ അതിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോ കത്ത് വന്നെന്നുള്ളത്? കത്ത് വന്ന് അളിയൻ പോയതിനു ശേഷം അളിയൻ എവിടെ പോയെന്നുള്ള യാതൊരു വിവരവും ഇല്ല. ഞാനന്ന് ബഹറിലൊന്ന് വന്ന സമയമാണ്. അപ്പൊ എന്നെ കൊണ്ട് കഴിയാൻ രീതിയിലൊക്കെ നമ്മള് സൗദിയിലുള്ളവർക്ക് കത്തെഴുതി, അന്ന് കത്തെഴുതാനേ മാത്രമേ പറ്റത്തുള്ളൂ, ഫോണൊന്നുമില്ല. അങ്ങനെ ഒരു ഇല്ല. പല രീതിയിൽ നമ്മൾ സംഘടനകളായിട്ട് അന്ന് ഇതുപോലെ ആക്റ്റീവ് അല്ല, പല രീതിയിൽ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ ആള് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചു പോയെന്നൊക്കെയുള്ള ആ ഒരു സങ്കടത്തിൽ ഇവള് ഗർഭിണി, വീട്ടിൽ എല്ലാവരും വലിയ ദുഃഖത്തിലാണ്. അപ്പോൾ നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ കത്ത് കിട്ടിയപ്പോഴാണ് എല്ലാവർക്കും സമാധാനം, ആൾ ജീവിച്ചിരിപ്പുണ്ട്. അതിനകത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും അത് പൊട്ടിക്കറിയായി. ഓർമ്മയിൽ കാരണം ഇതുപോലെ പെട്ടുപോയെന്നും എന്നെ എവിടാന്ന് അളിയൻ എന്നെ അറിയത്തില്ല. ഇത് ഏത് സ്ഥലമാണെന്നോ സൗദിയിൽ എവിടാന്നുള്ളതെന്ന് അറിയണ്ടേ. എനിക്ക് സ്ഥലമാണെന്ന് അറിയത്തില്ല. ഇവിടെ ആകെ മരുഭൂമിയാണ്, ഇവിടെ ടെൻ്റുണ്ട്, അറബി എങ്ങും വിടാൻ സമ്മതിക്കത്തില്ല, അറബിയുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോയി. പിന്നെ അടുത്ത കത്ത് എപ്പോഴാ വന്നത്? പിന്നെ വന്നിട്ടില്ലല്ലേ? പിന്നെ കത്തയക്കാൻ പറ്റിയിട്ടില്ല താങ്കൾക്ക്. ഓക്കെ, താങ്കൾ ശ്രമം നടത്തിയായിരുന്നോ? ഭ്രമം നടത്തി ഒരുപാട് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ട് കത്ത് വലിച്ചേറി കളഞ്ഞു. അപ്പൊ ഈ നമ്മുടെ ഈ ആകാരമൊക്കെ എങ്ങനെയായിരുന്നു? ആകാരം മീൻസ് നമ്മുടെ രൂപം അങ്ങ് പോയി, അസ്ഥികൂടം പോലെ. പിന്നെ കുറച്ച് പൂശാന്ത, അന്ന് വലിയ മിസ്യം തടിയൊന്നും ഇല്ലാതൊക്കെ നാട്ടിലോട്ട് വന്ന് ചെന്നതേ. പിന്നെ അതൊക്കെ അങ്ങ് വളർന്ന് എല്ലാ ഒരുമാതിരി പേടിപ്പിക്കുന്ന രൂപമായി അല്ലേ? അപ്പൊ ഏകദേശം നമ്മള് ആദ്യം വന്നപ്പോ കണ്ട ഒരാളുണ്ടല്ലോ, നമ്മുടെ കട്ടിലടുത്ത് കിടന്ന ആള്, അതേപോലെ രൂപമായി വരുവാ. അപ്പൊ ഏകദേശം നമ്മളിങ്ങനെ തലമുറ കൈമാറുന്ന പോലെ തലമുറ കൈമാറുന്ന പോലെ വരുവാണ്. ഓക്കെ, ഒരുപക്ഷെ ഈ മരുഭൂമിയിലെ ഒന്നും കാണാതെ മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾ മാത്രം കണ്ട് കഴിയുന്ന ഒരു ജീവിതം. അപ്പോൾ അതിനകത്ത് നമുക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഉബ്ബോസ് കിട്ടുന്നെങ്കിൽ കിട്ടി. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ താങ്കൾ മുന്നോട്ട് പോയപ്പോഴേ താങ്കൾ എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ തിരിച്ചു വരാൻ പറ്റുന്ന ആലോചിച്ചിട്ടുണ്ട്? ഒരിക്കലും ആലോചിച്ചിട്ടില്ല. വേറെ ആരും വരാനില്ല. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നല്ലോ, അത് പ്രസവിച്ചില്ലേ, കുഞ്ഞെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലുണ്ട്. ഈ ആടിന്റെ പാലൊക്കെ പിന്നീട് കുടിച്ചു തുടങ്ങിയല്ലോ? കുടിച്ചു തുടങ്ങി. ഒട്ടകത്തിന്റെ പാലോ? കുടിച്ചിട്ടില്ല. ഇല്ല. ഈ ആടിന്റെ ദുർഗന്ധവും അങ്ങനെയുള്ള സാധനമൊക്കെ? ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നിട്ടുണ്ട്. ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അത് ജയിലിൽ വെച്ചാ കഴിച്ചത്. ഓ, അത് ശരി. ഓക്കെ. അന്ന് അവിടെ വെച്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഈ അറബി എന്തോ ഭക്ഷണം കഴിക്കുന്നത്? അയാള് കുബൂസും അയക്കെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമായിരിക്കുമല്ലോ. ക്രീമിന്റെ സാധനങ്ങൾ അയാൾക്ക് ചില ദിവസം അയാൾ ഭക്ഷണം പോകുന്ന അയാൾ പുറത്ത് പോകുമ്പോൾ മറ്റേ ആൾ ഇവിടെ വന്നിരിക്കുമല്ലേ, അങ്ങനെ അയാളെ സാധനങ്ങൾ അയാളുടെ ജ്യേഷ്ഠൻ, അയാളാണ് ഇതിനെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോകണം വിൽക്കാനായിട്ട്. ഓ, ശരി. അപ്പൊ രണ്ടുപേരുണ്ട്. രണ്ട് ചേട്ടനും അനിയനും. അയാൾ കല്യാണമൊക്കെ കഴിച്ച നല്ല മനുഷ്യനാണ്. അയാളോട് സംസാരിക്കാൻ പറ്റിയായിരുന്നു? സംസാരിക്കാൻ ഞാൻ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തെ ഇങ്ങനെ പറ്റി പറഞ്ഞു പോയി. കൈക്കറിയൊക്കെ കാണിച്ചിട്ടൊന്നും തരാൻ ഇങ്ങനെയൊക്കെ കാണിക്കുവാണ്. അല്ല, വേറൊന്നും പറയുന്നില്ല. ഇയാളെ തോക്കൊക്കെ ഉണ്ടായിരുന്നോ? കത്തിലെഴുതിയോലെ ഉണ്ടായിരുന്നു.
ഓ അപ്പൊ ശമ്പളം ഒന്നും ഞാനിപ്പോ പറഞ്ഞിട്ടൊന്നും ഇതിനെ കൊണ്ട് പോകുമ്പോൾ ഈ ബൈനോക്കുകളുണ്ട് അത് വെച്ചിങ്ങനെ നോക്കൂ. ആ നോക്കിയിട്ട് ദൂരെ അവിടെ നിൽക്കുന്നത് അവിടെ ഒരുപാട് ദൂരെ പോകാനൊന്നും നോക്കത്തില്ല. ഇന്ന സ്ഥലം വരെ പോകാൻ പറ്റത്തോളം പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ അവിടെ ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനെ ജീപ്പ് ഓടിച്ചാൽ അത് വഴി വരും. ജീപ്പ് മരുഭൂമി കൂടെ പോകുന്ന ജീപ്പ് നമ്മൾ രക്ഷോട്ട് പോകാൻ പറ്റത്തില്ല താമസിച്ചാലല്ലേ ഓ ഇത്ര സമയം കഴിഞ്ഞാൽ. അപ്പൊ അവന്റെ ജീവിതം ഒരു പരിവ ജീവിതമായിരിക്കുമല്ലോ അത്. അതെ എന്നെ പോലെ തന്നെയുള്ള ജീവിതം. അവന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഭക്ഷണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുളി അവർക്കും ഇല്ല. അയാളൊറ്റ കുളിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല അപ്പൊ പുള്ളിക്കൊന്നും വിഷയമല്ല. അതൊരു വിഷയമല്ല. പുള്ളി ഒരു ടെന്റ് കെട്ട് മറച്ചിട്ടിരിക്കുന്നതിന് അത്തിരിക്കുവാണ്. ഈ അർബാബിന്റെ മുമ്പിൽ താങ്കളെ ശരിക്കും ഒരു അടിമയായിട്ട് തന്നെയാണോ അയാൾ കണ്ടിരുന്നത്? അതെ ഒരു അടിമ ജീവിതം തന്നെയാണ്. അടിമ ജീവിതം തന്നെ ആയിരുന്നു. ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ അവിടെ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയത്തില്ല. കാരണം എന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ആർക്കും അറിയില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതായിട്ട് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു ഇതും ഇല്ലല്ലോ. അതുപോലെ ഈ ആടുകളെ കെട്ടിപ്പിടിച്ച് താങ്കൾ കരയും ആയിരുന്നു എന്നൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. സത്യമാണ്. കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ വിഷമം വരുമ്പോ ഏത് സാഹചര്യത്തിലാണ് ഈ ആടുകളെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയില്ല. അപ്പൊ ആ സാഹചര്യമൊക്കെ വന്നപ്പോഴാണ്. അല്ല വേറൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ആടുകളെയും കൊണ്ട് താങ്കൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ചില ആടുകൾ പ്രസവിക്കും. അപ്പൊ ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെയും കൂടെ തോളിലെടുത്തുകൊണ്ടാണ് താങ്കൾ നടക്കുന്നത്. ഒരു ദിവസം അതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ഗർഭിണിയായ ഒരു ആടിനെ കണ്ടപ്പോഴേ താങ്കൾ വേറെ ഇത് ചിന്തിച്ചു എന്നൊക്കെ ഈ നോവൽ പരാമർശമുണ്ടല്ലോ. ശരി, എന്തായിരുന്നു അത്? അതിന്റെ പേരാണ് നബീല്. ആടിന്റെ ഒരു ആൺകുട്ടിയായിരുന്നു. അതിന്റെ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്ക് ജനിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ഞാൻ ഈ കുട്ടിയെ എന്റെ മോനെ പോലെ ഞാനങ്ങ് നല്ലപോലെ സ്നേഹിച്ച് നബീലെന്ന് വിളിക്കാനും തുടങ്ങി. നാട്ടിലെന്തോ മോന് പേരിട്ടത്? സഫീർ എന്നായിരുന്നു. താങ്കളെ പേരിട്ടത് നബീൽ എന്ന് പേരിട്ടു അല്ലേ? ആ നബീലെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി അല്ലേ? അയാളിൽ മകനെ കണ്ടു. അപ്പൊ നമ്മുടെ ബന്ധുക്കളെല്ലാം ആടായി മാറി. എന്റെ ബന്ധുക്കളെല്ലാം ആട് പല പല സൈസ് പേര് വിളിക്കും. പിന്നെ മണി, പിന്നെ അവിടെ ഈ താങ്കൾ കിടക്കുന്ന ഈ സ്ഥലത്ത് പുറത്ത് കട്ടിലാണോ കിടക്കുന്നത്? ചെറിയ കട്ടിൽ. ഈ കട്ടിലെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും എന്റെ രൂപം? കയറ് കട്ടിലാണോ അതോ? അല്ലല്ല, എന്റെ തടിയുടെ ഒരു കട്ടിലാണ്. പല കഴിച്ചേ അല്ല ഈ മണലാരണത്തിൽ പാമ്പ് വലിയ പാമ്പല്ലേ അത്? വലിയ വിഷമുള്ള പാമ്പല്ലേ? വിഷമുള്ള പാമ്പാണ്. പാമ്പ് ചെറുതാണെങ്കിലും ഭയങ്കര വിഷമാണ്. അല്ല ആ പാമ്പിന്റെ ശല്യം ഉണ്ടാകത്തില്ലേ പുറത്ത് കിടന്നാൽ? അല്ല അത് പിന്നെ നമ്മള് ഒരുപാട് പല പ്രാവശ്യം പല ആടിനെ ഇത് കടിച്ചു കൊന്നിട്ടുണ്ട്. അപ്പോഴ് ഈ പാമ്പ് കടിച്ച ആട് മരിക്കും, അപ്പ മരിക്കും. അങ്ങനെ ഈ ജീപ്പ് കൊണ്ടുവന്ന് ഇവന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് നടക്കുക. അന്നേരം ഞാനൊരു പടിയും കൊണ്ട് എൻ്റെ അടുത്ത് ഒരു പടി തന്നിട്ടുണ്ട്. അത് കാണുവാണെങ്കിൽ അടിക്കണമെന്നും പറയുന്നത്. പാമ്പിനെ അടിച്ചു കൊല്ലണം. ഞാൻ 2-3 എണ്ണത്തിനെയൊക്കെ കൊന്നിട്ടുണ്ട്. വലിയ പാമ്പാണോ അത്? വലിയ അത്ര വലിപ്പമില്ല, പക്ഷെ ഭയങ്കര വിഷമുള്ള പാമ്പാണ്.